ഹായ് ഓൾ, നമുക്കിന്ന് പുട്ടുപൊടി കൊണ്ട് ഈസി ആയിട്ടൊരു നെയ്പ്പത്തൽ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടത് തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, വലിയ ജീരകം. ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളമായിട്ടാണ് കേട്ടോ ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഈ അരച്ച് വെച്ച മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് പുട്ടുപൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒപ്പം ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കാം. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എന്നോട് മോന് വന്ന് ചോദിച്ച്, മമ്മ ഞാനിത് ചെയ്തോട്ടെ എന്ന്. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം അവന് ഞാൻ 7 ഇയർ ആയപ്പോൾ തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതായത് അവന് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ടിഫിൻ ബോക്സ് ആയിക്കോട്ടെ, ബാഗ്, യൂണിഫോം, എവറിത്തിങ് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. അത് കഴിഞ്ഞ് ഫ്രഷ് ആവുക. ഇതൊക്കെ അവൻ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ, അതേപോലെ കഴിച്ച പാത്രം കിച്ചണിൽ കൊണ്ടുവയ്ക്കുക. ഇതൊക്കെ ഞാൻ ട്രെയിനിങ് ചെയ്തപ്പോൾ തന്നെ അവന് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയി. അതുകൊണ്ട് അവനിപ്പോൾ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവന് ഉണ്ടാക്കിയതാട്ടോ ഇത് ഫുള്ളായിട്ട്. എന്നിട്ടിത് ചൂടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതുപോലെ ഇരിക്കും. ഇത് പെട്ടെന്ന് തന്നെ വേവും ചെയ്യും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ചുടുവെള്ളത്തിലാണല്ലോ കുഴച്ചെടുത്തിരിക്കുന്നത്. നെയ്പ്പത്തലിലൂടെ ഞാൻ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും.